ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിത് ഇവനെ കൊണ്ടൊരു കാര്യം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മളെ കടച്ചക്ക കൊണ്ടൊരു ചിപ്സ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത്രയും ഇപ്പോൾ ആവശ്യമുള്ളൂ വെച്ചിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് മുഴുവൻ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡബ്ബയിലൊക്കെ എടുത്ത് വയ്ക്കാം. ഞാൻ എന്തായാലും പകുതി എടുത്തിട്ട് മുറിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ കടച്ചക്കയൊക്കെ ഇങ്ങനെ ഇത്രയും നേരത്തെ പീസസായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലൊന്ന് കഴുകി എന്നിട്ട് ഞാൻ വെള്ളം വാലാൻ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് നല്ലോണം വെള്ളം പോട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ അതേ നമ്മളെ കടച്ചക്കയൊക്കെ വറുത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ഇതിങ്ങനെ ഇടുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട് ഈ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ആ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ ആവശ്യമായ ഉപ്പ് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കലക്കി വെച്ചേക്കാം. ഇതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ പീസായിട്ട് മുറിച്ചാൽ വളരെ നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇത് കഴുകി വെച്ചതാണല്ലോ, അപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് തൂക്കാം. നമുക്ക് ചൂടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഈ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലൊക്കെ എടുക്കാം, പക്ഷെ സ്വാദ് വെളിച്ചെണ്ണ തന്നെയാണ്. ഇത് നാടൻ ഇതല്ലേ കടച്ചക്ക എന്നൊക്കെ പറയുമ്പോൾ. ഇങ്ങനെ ആക്കുമ്പം ഇതിനൊരു ഒരു കടകടായെന്നൊരു സൗണ്ട് വരും. അപ്പോഴാണ് നമുക്ക് വെള്ളം തളിക്കേണ്ടത് കേട്ടോ. അതായിട്ടില്ല, കുറച്ചും കൂടെ ആവാണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഇതിങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ടോ? ഈ സൗണ്ടാണ് അതിൻ്റെ കറക്റ്റ്. നമ്മൾ ചക്കയൊക്കെ വറുക്കുമ്പോൾ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഞാൻ ഈ വെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഉപ്പൊക്കെ നന്നായി അതിൽ ആയി വരണം. ഈ വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് കേട്ടോ ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ തെറിക്കൊന്ന് മതിയാവും. അപ്പോൾ വെള്ളം തളിച്ച് ആ പതയൊന്ന് അടങ്ങണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അത് ഈ ഒരു സൗണ്ട് വീണ്ടും അത് കേട്ട് തുടങ്ങും. അപ്പോൾ അത് കറക്റ്റ് പാകമായി എന്നാണ് അതിൻ്റേത്. നമ്മൾ ചക്ക വറക്കുന്നില്ലേ, അതേപോലെ തന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു നല്ല സ്വാദാണ് കടച്ചക്ക വറുത്താൽ. അതുകൊണ്ടൊന്ന് നോക്കിയപ്പോൾ കടച്ചക്ക നല്ലോണം ഉണ്ടായിരുന്നു. അതെ, നമുക്കിത് എടുക്കാം കേട്ടോ. ഞാൻ എടുക്കുകയാണേ. നല്ലോണം എണ്ണ കളഞ്ഞിട്ട് എടുത്തേക്കാം. അപ്പോൾ അതേ നമ്മൾ ഇട്ടത് മുഴുവൻ കോരി എടുത്തു കേട്ടോ. കണ്ടാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല സ്വാദാണ്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഇട്ടേക്കാം. ഇത്രയൊക്കെ മതി, അത് മുഴുവനായല്ലോ. ഇനിയിപ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അത് ആ ഒരു സൗണ്ട് ഇങ്ങനെ ആ സൗണ്ട് വരുന്ന സമയമാണ് നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ വെള്ളമാണ് തളിച്ചത്. അതൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. അത് തെളിച്ച് അടുത്തത് നോക്കിയാലും മതി. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയാൽ അടുത്തത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കൊക്കെ അറിയണത് തന്നെയാവും ചക്ക വറക്കണം അതേപോലെ തന്നെ. പിന്നെ കായ വറക്കില്ലേ, അതേപോലെ തന്നെ. എന്തായാലും ഭയങ്കര സ്വാദാട്ടോ അത്. അപ്പം ഞാനിതൊന്ന് മുഴുവനായിട്ട് വറുത്തെടുക്കട്ടെ. ഇതേ അപ്പം നമ്മുടെ കടച്ചക്ക ചിപ്സ്, കടച്ചക്ക വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വറക്കുമ്പോൾ തന്നെ കഴിച്ച് തീർക്കും കേട്ടോ, അത്രയും സ്വാദുണ്ട്. ഇതിപ്പോൾ ഞാൻ എങ്ങനെയോ പിടിച്ച് ഇത്ര നിർത്തിയതാട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടച്ചക്ക ഒന്ന് ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമുള്ളൂ. ചിലരിത് കഴുകാതെ തന്നെ മുറിക്കുന്ന കണ്ടിട്ടുണ്ട്, അത് നന്നായി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കഴുകിയിട്ടാണ് കുറച്ചും കൂടെ മനസ്സിന് ഒരു തൃപ്തി. അതുകൊണ്ടാണ് ഞാൻ കഴുകിയത് കൊണ്ട് ഒരു കുഴപ്പവും തോന്നിയില്ല. നന്നായി ആ വെള്ളം പോവണം, അത്രയേ ഉള്ളൂ കേട്ടോ. വെള്ളത്തിൻ്റെ ഇത് ഒട്ടും പാടില്ല. കഴുകി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു തൃപ്തിയാണല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പം എന്തായാലും ഈ കടച്ചക്ക ചിപ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇത് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.